കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ പിഴവിനെ തുടർന്ന് ചികിത്സാ പിഴവിനെ തുടർന്ന് കുട്ടിയുടെ നാവ് മുറിച്ചതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മെഡിക്കൽ കോളേജിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തിരുന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. സിനോജ് തോമസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. സിനോജ്, പോലീസിന്റെ ഇടപെടൽ സമരം പ്രതിഷേധക്കാരെ മാറ്റുകയാണ് അവിടെ. ബിനിൽ, അരമണിക്കൂറോളം പ്രതിഷേധിക്കാനുള്ള സമയം പോലീസ് നൽകി. അതിനുശേഷമാണ് പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് പോലീസ് ബസ്സിലേക്ക് മാറ്റുകയാണ്. 5ഓളം പ്രവർത്തകരെ പോലീസ് ബസ്സിലേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സർജറി ചെയ്ത ഡോക്ടറെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം, എന്നിട്ട് മതി അന്വേഷണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ ഈ മെഡിക്കൽ കോളേജിൻ്റെ കവാടത്തിൽ പ്രതിഷേധ സമരമായി കുത്തിയിരുന്നത്. മെഡിക്കൽ കോളേജ് പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു. പ്രതിഷേധിക്കാൻ അരമണിക്കൂറോളം സമയം നൽകിയ ശേഷം ബലം പ്രയോഗിച്ച് മാറ്റുകയായിരുന്നു. ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസ്സിൽ കയറാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് തൂക്കിയെടുത്ത് ബസ്സിലേക്ക് കയറ്റുകയായിരുന്നു. ഇപ്പോൾ പ്രവർത്തകരെ സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ്. കാരണം തുടർച്ചയായി ചികിത്സാ പിഴവ് ഉണ്ടാകുന്നെന്ന് ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമായി ഇവിടെ എത്തിയത്. കാരണം ഹർഷീനയുടെ വയറ്റിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രിക കുടുങ്ങിയിരുന്നു. അതിനുശേഷം വീണ്ടും ഒരേ ദിവസം തന്നെ 2 ശസ്ത്രക്രിയ ഒരു കുട്ടിക്ക് നടത്തുന്നു. കൈവിരലിന് വേണ്ടി ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി എത്തുന്നു. ആ കുട്ടിക്ക് നാവിൽ ശസ്ത്രക്രിയ നടത്തുന്നു. അതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധമായി ഇവിടെ എത്തിയത്. സൂപ്രണ്ടിന് കുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകുകയും ചെയ്തിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസിലും പരാതി നൽകുമെന്ന് കുടുംബം അറിയിച്ചിരുന്നു. പരാതിയും അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, പക്ഷേ അതിനു മുൻപ് ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ സമരവുമായി മെഡിക്കൽ കോളേജിന് മുൻപിലെത്തുകയും പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരിക്കുന്നത്.